ഗുഡ് മോർണിംഗ്. ഒരുപാട് നാൾ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ തിരക്കുകൾ കാരണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഫാബ്രിക് പെയിൻറ്റിലെ ബൈൻഡർ പൗഡർ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ബൈൻഡറും ഉണ്ട്, കുറച്ച് 3 പൗഡേഴ്സും ഉണ്ട്. ഈ ബൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് ഫെവിക്രിൽ കമ്പനിയുടെ ബൈൻഡറും പൗഡറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഗോൾഡ് കളറാണിത്. ഈ ഒരു ഗോൾഡ് കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഗോൾഡും പിന്നെ ഇതൊരു മിൽക്ക് കളറിൽ പാല് മാതിരി ഒരു ലിക്വിഡാണ്. ഇത് സാധാരണ മീഡിയം ആയി ആൾക്കാർ തെറ്റിദ്ധരിക്കും. മീഡിയം നമ്മളെപ്പോഴും ഫാബ്രിക് പെയിൻറ്റിൽ കളറ് ലൂസാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെറ്റ് ഓൺ വെറ്റ് സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് പൗഡറും ബൈൻഡറും നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. ഇത് വെച്ചിട്ട് മാത്രം പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഡാർക്ക് കളേഴ്സിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. അതേമാതിരി തന്നെ ഒരു വൈറ്റ് ഓർഗാൻസ ക്ലോത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓർഗാൻസ ക്ലോത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു മാപ്പിൾ ലിപ്പോ ഒരു മുന്തിരിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബൈൻഡർ പൗഡറിനുള്ള ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തം ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൗഡർ മറ്റ് കളറിൽ അക്രിലിക് കളേഴ്സിൽ ഫാബ്രിക് കളേഴ്സിൽ മിക്സ് ചെയ്യാനും. അതായത് ഇപ്പോൾ നമുക്കൊരു ഗ്രീൻ ലീഫ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ഗ്രീൻ ലീഫിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് പാലറ്റിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇല ചെയ്യുകയാണെങ്കിൽ ആ ഇലയ്ക്ക് ഒരു ഗോൾഡൻ ടച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ഷൈനിങ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ലീഫൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേമാതിരി നമുക്ക് പൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റെഡ് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ, പിങ്ക് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഈ പൗഡർ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഗോൾഡ് പൗഡറും പിന്നെ ബൈൻഡറും മാത്രമല്ല 3 കളേഴ്സിൽ കിട്ടും. കോപ്പർ, ഗോൾഡ്, സിൽവർ. ഈ 3 കളറിനും 3 എഫക്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം മേടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റ് 2 കളേഴ്സും മേടിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇത് അധികം ഡാർക്ക് കളറിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അതല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ജോർജറ്റ്, ഷിഫോണ്, ഓർഗാൻഡി, ഓർഗാൻസ അങ്ങനത്തെ തുണികളിൽ ചെയ്യുമ്പോൾ ഇതിന് വേറൊരു എഫക്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3D ഗോൾഡൻ 3D കിട്ടും. ഈ 3D വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം ഇത് കളർ ഫിൽ ചെയ്യുമ്പോഴും നല്ല ഭംഗിയുണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ മിക്സ് ചെയ്യാമെന്നും അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്, എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്.